ഹായ് വെൽക്കം ബാക്ക് ടു ക്രിഷ് മേക്കോവർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ വ്ളോഗാണ്. ഒരു ബ്രൈഡൽ മേക്കപ്പിൻ്റെ ട്രയൽ വീഡിയോ ആണ്. കല്യാണത്തിന് മുമ്പേ നമ്മൾക്ക് സ്കിൻ കെയർ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ ആ വെഡ്ഡിങ് ഡേയിൽ നമുക്ക് നല്ല ഗ്ലോയി സ്കിൻ എല്ലാവർക്കും വിഷ് ചെയ്യുന്ന കാര്യമല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 6 to 8 months മുമ്പേ നമ്മളെ സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ ഫോക്കസ് ചെയ്യണം. സോ എന്തെങ്കിലും മേജർ സ്കിൻ കൺസേൺസ് ഉണ്ടെങ്കിൽ ഒരു 6 to 8 months മുമ്പേ ആണ് നമ്മളത് ഫോക്കസ് ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കേണ്ടത്. 6 to 8 months എല്ലാവർക്കും ചിലപ്പം കാണത്തില്ല കല്യാണത്തിന് മുമ്പേ. പക്ഷേ ആ നോർമലി സ്കിൻ കെയർ റൂട്ടീനൊക്കെ നമ്മൾ ചെയ്ത് അത് നമുക്ക് ആ ഫുൾ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ ഒരു 6 to 8 months എന്തായാലും എടുക്കും. അതുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടത്തുള്ളൂ. ബ്രൈഡൽ മേക്കപ്പ് ട്രയൽ നമ്മളെ കല്യാണത്തിൽ നിന്ന് ഒരു 2 weeks മുമ്പേ നമ്മൾ പോയി ചെയ്യണം. ഭയങ്കര ഏർലി ആയിട്ട് നമ്മൾ ട്രയൽ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം നമ്മൾ ഫൗണ്ടേഷൻ ഷെയ്ഡ് നേരത്തെ അവർ സെലക്ട് ചെയ്ത് വെക്കുന്ന ഷെയ്ഡ് ചിലപ്പം കറക്റ്റ് മാച്ച് ആവണമെന്നൊന്നുമില്ല. ബിക്കോസ് നമ്മളെ സ്കിന്ന് കളറ് കോൺസ്റ്റൻ്റ്ലി മാറിക്കൊണ്ടിരിക്കും. എസ്പെഷ്യലി സമ്മർ മന്ത്സ് ആണെങ്കിൽ നമ്മളെ സ്കിന്ന് വെയിലടിച്ച് ഡാർക്കർ ആവും, അങ്ങനെയൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് ഭയങ്കര നേരത്തെ പോയി ട്രയൽ ചെയ്യലും. ഒരു 2 weeks മുമ്പെയാണ് നല്ലൊരു ടൈമിങ്. ഫൗണ്ടേഷൻ കളറ് സെലക്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഫൗണ്ടേഷൻ കളറ് റോങ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ ഒരു ലുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫൗണ്ടേഷൻ കളറ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ ഫേസും നമ്മളെ നെക്കും ബ്ലെൻഡ് ആവുന്ന ഒരു കളറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ മേക്കപ്പ് ഇട്ട കാര്യം. നമ്മൾ ഫൗണ്ടേഷൻ നമ്മളെ കറക്റ്റ് സ്കിൻ ടോണിന് മാച്ച് ആവുന്ന കളറ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു എടുപ്പ് കാണത്തില്ല. നമ്മൾ പെട്ടെന്ന് മേക്കപ്പ് ഇട്ട പോലെ ഒരു തോന്നൽ വരത്തില്ല. അതുകൊണ്ടാണ് കറക്റ്റ് ഫൗണ്ടേഷൻ കളറ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. ഇത് കുറച്ച് സമയം എടുത്താലും നമ്മൾ ആ കറക്റ്റ് ഷെയ്ഡ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ. ഫൗണ്ടേഷൻ കളറ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫൗണ്ടേഷൻ സ്വാച്ചസ് മൊത്തം റിമൂവ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് വെറ്റ് വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പം എപ്പോഴും ആൽക്കഹോൾ ഫ്രീ വെറ്റ് വൈപ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആൽക്കഹോൾ ഫ്രീ ആണെങ്കിൽ നമ്മളെ സ്കിന്ന് ഡ്രൈ ഔട്ട് ആവത്തില്ല. ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ആ ഫ്ലേക്കിനെസ് വരാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും ആൽക്കഹോൾ ഫ്രീ വെറ്റ് വൈപ്സ് ഉപയോഗിക്കുന്നത്. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ നമുക്ക് 2 ഓപ്ഷനുണ്ട്. നമുക്ക് ഐബ്രോ പൗഡർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഐബ്രോ ജെല്ല് ഉപയോഗിക്കാം. ഇത് 2 ഡിഫറെൻറ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പം ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് കിട്ടുന്നത്. ബ്രൗ പൗഡർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഐബ്രോസിൽ എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു കട്ടി തോന്നിപ്പിക്കാൻ, അതൊരു എക്സ്ട്രാ ഒരു ടെക്സ്ചർ ആഡ് ചെയ്യും നമ്മൾ ബ്രൗസിൽ. അപ്പം കൂടുതൽ കട്ടി തോന്നിപ്പിക്കും. അപ്പം കട്ടിയില്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കേണ്ടത് ബ്രൗ പൗഡറാണ്. പക്ഷേ നാച്ചുറലി നമുക്ക് ഐബ്രോസിന് കട്ടിയുണ്ട്, ഇത്തിരി ചെറിയ ഏരിയസ് മാത്രം നമുക്കൊന്ന് ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ബ്രൗ ജെല്ല് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ബ്രൗ ജെല്ലാണ്. അനസ്തേസിയ ബെവർലി ഹിൽസിൻ്റെ പൊമേഡ് ഇൻ ഷെയ്ഡ് എബനി. ഐബ്രോ പ്രോഡക്ട്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ മിഡിൽ സെക്ഷൻ തൊട്ട് അറ്റം വരെ. ആ സെക്ഷനിലാണ് നമ്മൾ കൂടുതൽ ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഐബ്രോ പ്രോഡക്ട്സ് നമ്മൾ ഐബ്രോസിൻ്റെ ഫ്രണ്ടിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഭയങ്കര ഹാഷ് ഐബ്രോ ലുക്കാവും. അപ്പോൾ ഒരു നാച്ചുറൽ ഗ്ലോയി ബ്രൈഡൽ ലുക്ക് ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏത് ഐ പ്രോഡക്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഐബ്രോസിൽ നമ്മൾ അത് ഔട്ടർ ഹാഫിലെ ഫോക്കസ് ചെയ്യാവുള്ളൂ. ഐബ്രോസിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഹെയർ കുറവാണെങ്കിൽ നമുക്ക് അത് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മെയ്ബെലിൻ ടാറ്റൂ ബ്രൗ മൈക്രോ ഇങ്ക് ഐബ്രോ പെൻ. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഹെയർ ലൈക്ക് സ്ട്രോക്സ് വരയ്ക്കാം. അപ്പം നമുക്ക് ആ ഫ്രണ്ട് ബിറ്റിലൊരു നാച്ചുറൽ ഹെയർ പോലെ ഇരിക്കും. ഐബ്രോ ഷേപ്പ് കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കൺസീലർ ഉപയോഗിച്ച് ഐബ്രോസിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യും. ഉപയോഗിച്ച പ്രോഡക്റ്റ് മാക്
സ്റ്റുഡിയോ ഫിക്സ് NC35. ഇത് സ്കിൻ ഷെയ്ഡിൽ നിന്ന് 1 ഷെയ്ഡ് ലൈറ്ററാണ്. 1 ഷെയ്ഡ് ലൈറ്റർ ഉപയോഗിക്കുമ്പം ഐബ്രോസിൻ്റെ അടിയിൽ കുറച്ചുകൂടെ ഒരു എടുപ്പ് കാണും. ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഐലിഡ്സ് പ്രൈം ചെയ്യണം. ഐലിഡ്സ് പ്രൈം ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്നത് ഐ പ്രൈമർ അനസ്തേസിയ ബെവർലി ഹിൽസിൻ്റെയാണ്. ഈ ഐ ഷാഡോ പ്രൈമറിന് ഒരു ചെറിയൊരു കളറും ഉണ്ട്. അപ്പം നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഐ ലിഡിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഐ ലിഡിൽ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യും. പ്രൈമർ ഉപയോഗിക്കാതെ നമ്മൾ കൺസീലർ ഉപയോഗിക്കുകയാണെങ്കിൽ ഡിസ്കളറേഷൻ മാറ്റാൻ കുറച്ച് നേരം കഴിയുമ്പം നമ്മൾ ഐ ഷാഡോ ക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ പ്രൈമർ ഉപയോഗിക്കുന്നത്. ഐ ഷാഡോ പ്രൈമർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഐ ഷാഡോ ക്രീസ് ആവാതിരിക്കാനും നമ്മൾ ഐ ഷാഡോ ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് പ്രൈമർ. ഫേസ് പ്രൈമർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഫൗണ്ടേഷൻ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി. പ്രൈമർ അപ്ലൈ ചെയ്യാൻ ഞാനൊരു ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷാണ് ഉപയോഗിച്ചേക്കുന്നത്. പ്രൈമർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അത് ഫുള്ളി അബ്സോർബ് ആവണം സ്കിന്നിൽ, നമുക്കതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഐ ഷാഡോ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഐ ഷാഡോയിൻ്റെ ട്രാൻസിഷൻ കളറ് ഉപയോഗിക്കാൻ പോകുന്നത് അനസ്തേസിയ ബെവർലി ഹിൽസ് സോഫ്റ്റ് ഗ്ലാം പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇന്ന് ബ്രൈഡൽ മേക്കപ്പ് ട്രയൽ ആയതുകൊണ്ട് 2 കണ്ണിലും നമ്മൾ ഡിഫറെൻറ്റ് ഐ മേക്കപ്പ് ലുക്ക് ചെയ്യും. ഒരു ഐയിൽ നോർമൽ ഐ ഷാഡോ ലുക്കും മറ്റേ ഐയിലും ഒരു കട്ട് ക്രീസ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞ് ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മേക്കപ്പ് ലുക്ക് നമ്മൾ വെഡ്ഡിങ് ഡേയിൽ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ കളറിൽ ഉപയോഗിച്ച ബ്രൗൺ ഷെയ്ഡിൽ നിന്ന് കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് ബ്രൗൺ ഉപയോഗിച്ച് കണ്ണിൻ്റെ ഔട്ടർ വി നമ്മൾ ഫോക്കസ് ചെയ്ത് ആ ബിറ്റ് കുറച്ചുകൂടെ ഡാർക്കറാക്കും. ഇന്നത്തെ ഐ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ 3 ഡിഫറെൻറ്റ് ഐ ഷാഡോ ഷെയ്ഡ്സ് ഉപയോഗിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസിഷൻ ഷെയ്ഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ ക്രീസ് കളറാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഔട്ടർ വീൽ ഔട്ടർ ഐയിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ഡാർക്കർ ഷെയ്ഡ് നമ്മളെ ട്രാൻസിഷൻ ഷെയ്ഡിൽ നിന്നും കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് ഉപയോഗിക്കും. ആൻഡ് പിന്നെ നമ്മളെ മെയിൻ കളർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഐലിഡ് കളറ്. അത് യൂഷ്വലി നമ്മളെ സ്കിൻ ടോണിൽ നിന്ന് ഇത്തിരി കൂടെ ലൈറ്റർ ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. അത് ഷിമ്മർ ആണെങ്കിലും മാറ്റ് ആണെങ്കിലും നല്ല രസമാണ് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ. ഈ ഐ മേക്കപ്പ് സ്റ്റൈല് എല്ലാ ഐ ഷേപ്പിന് ചേരുന്ന ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. ഐ ഷാഡോ ഷിമ്മർ ഷെയ്ഡ് ഉപയോഗിച്ചേക്കുന്നത് ടു ഫേസ്ഡ് സ്വീറ്റ് പീച്ച് ഐ ഷാഡോ പാലറ്റിൽ നിന്നാണ്. മറ്റേ കണ്ണ് ചെയ്യാൻ നമ്മൾ കട്ട് ക്രീസ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ആ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹുഡ ഒബ്സെഷൻസ് പാലറ്റാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഐ ഷാഡോ പാലറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡ്സും ഓറഞ്ച് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ത്യൻ സ്കിന്നിന് ഇത് നല്ല സൂട്ടബിൾ കളേഴ്സാണ്. കട്ട് ക്രീസ് തുടങ്ങുമ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് സെലക്ട് ചെയ്യും. അതാണ് നമ്മൾ ക്രീസിൽ അപ്ലൈ ചെയ്യുന്ന കളറ്. ഞാൻ ഉപയോഗിച്ചേക്കുന്ന ആ പാലറ്റിൽ നിന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഐ ഷാഡോ ട്രാൻസിഷൻ കളറ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ മിനിമം പ്രോഡക്റ്റ് ഉപയോഗിച്ച് പതുക്കെ ആ കളറ് ബിൽഡപ്പ് ചെയ്യണം. അല്ലാതെ ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ ബ്രഷിൽ ഇട്ടിട്ട് നമ്മൾ ഐ ഷാഡോ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് ഫുൾ സ്പ്രെഡാവും, പിന്നെ ഭയങ്കര മെസ്സാണ്, ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എപ്പോഴും പതുക്കെ കളറ് ബിൽഡപ്പ് ചെയ്യാനാണ് ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുന്നത്. ആ ഐ ഷാഡോ കളറ് നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് ഹാപ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് കൺസീലർ ഉപയോഗിച്ച് കട്ട് ക്രീസ് ടെക്നീക്ക് തുടങ്ങാം. കട്ട് ക്രീസ് മേക്കപ്പ് ചെയ്യുമ്പം കൂടുതൽ ടൈം ഇത് ഫോൾ ഔട്ട് വരും പ്രോഡക്ട്സിൽ. ഐ ഷാഡോ നമ്മളെ ഫേസിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂഷ്വലി ചെയ്യുന്നത്. പക്ഷേ സിമ്പിൾ ഐ മേക്കപ്പ് വല്ലതാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ആദ്യമേ തന്നെ അപ്ലൈ ചെയ്യാം.
ലിക്വിഡ് കൺസീലർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കട്ട് ക്രീസ് മേക്കപ്പ് ടെക്നീക്ക് ചെയ്യാം. നമ്മൾ ലിക്വിഡ് കൺസീലർ സെലക്ട് ചെയ്യുമ്പം എപ്പോഴും 1 or 2 ഷെയ്ഡ്സ് നമ്മൾ സ്കിൻ കളറിൽ നിന്ന് ലൈറ്റർ ഷെയ്ഡ് സെലക്ട് ചെയ്യണം. ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പം ആ ഐ ഷാഡോ കളർ കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കിട്ടും. ഈ മേക്കപ്പ് ടെക്നിക്ക് കൂടുതലും നമ്മൾ ചെയ്യുന്നത് നമ്മളെ കണ്ണ് കുറച്ചുകൂടെ ഒരു വലിയ ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കട്ട് ക്രീസ് ചെയ്യുന്നത്. കട്ട് ക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ ലിഡ് കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കും. കൺസീലർ ഉപയോഗിച്ച് നമ്മൾ ആ ഐലിഡ് ഷേപ്പ് പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുകളിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഞാനിപ്പം ചെയ്യുന്നത് ഐ ഷാഡോ ഒരു സിൽവറി ഗോൾഡ് ഷിമർ ഷെയ്ഡാണ്. ഐ ഷാഡോ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ റിമൽ ലിക്വിഡ് ലൈനർ ഉപയോഗിച്ച് ലിക്വിഡ് ലൈനർ ചെയ്യാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പ് ഫൗണ്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫെൻറ്റി ബ്യൂട്ടി ഷെയ്ഡ് 330. എക്സാക്റ്റ് ഫൗണ്ടേഷൻ ഷെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് 2 ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് നമ്മളെ പെർഫെക്റ്റ് ഷെയ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബിക്കോസ് എല്ലാ മേക്കപ്പ് ബ്രാൻഡിൽ എല്ലാ കളർ റേഞ്ച് കാണത്തില്ല. നമ്മളെ കളറ് സൂട്ട് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ 2 ഫൗണ്ടേഷൻ എടുത്ത് മിക്സ് ചെയ്താലേ നമുക്ക് ആ നമ്മളെ പെർഫെക്റ്റ് ഷെയ്ഡ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് നമ്മൾ ഓൺലൈൻ സെലക്ട് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അത് കൂടുതൽ ടൈംസ് അത് റോങ് കളറായിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഫൗണ്ടേഷൻ ലൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് വാങ്ങിയിട്ട് അത് രണ്ടും മിക്സ് ചെയ്ത് നമ്മളെ കളറ് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കായി പോയെങ്കിൽ നമ്മൾ ലൈറ്റർ ഷെയ്ഡ് വാങ്ങിയിട്ട് 2 മിക്സ് ചെയ്ത് നമ്മളെ കറക്റ്റ് കളറ് നമുക്ക് കിട്ടാം. ഇത് കുറച്ച് ട്രയൽ ആൻഡ് എററാണ്. നമ്മൾ സെയിം ബ്രാൻഡ് തന്നെ വേണമെന്നില്ല. നമുക്ക് 2 ഡിഫറെൻറ്റ് ബ്രാൻഡിൽ നിന്ന് 2 ഡിഫറെൻറ്റ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് 2 മിക്സ് ചെയ്ത് നമ്മളെ കളറ് മാച്ച് ചെയ്യാൻ നോക്കാം. അടുത്ത സ്റ്റെപ്പ് മസ്കാറ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ്. നമ്മൾ ഈ മസ്കാറ നമ്മൾ ഫോൾസ് ലാഷസ് അപ്ലൈ ചെയ്യുന്ന മുമ്പേ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളെ നാച്ചുറൽ ലാഷസും ഫോൾസ് ലാഷസും നല്ലതായിട്ട് ബ്ലെൻഡ് ആവും. അടുത്ത സ്റ്റെപ്പ് ഫേസ് ഇത്തിരി ബ്രോൺസ് ചെയ്യാൻ. നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പം നമ്മളെ ഫേസ് മൊത്തം ഒരു കളറാവും. അത് ഒരു നാച്ചുറൽ ലുക്കല്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റായിട്ട് ബ്രോൺസ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഫേസിൽ ഒരു ഷാഡോസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രോൺസറിൻ്റെ പേര് മാക് കോസ്മെറ്റിക്സ് ഗിവ് മീ സൺ മിനറലൈസ് സ്കിൻ ഫിനിഷ്. അത് കഴിഞ്ഞ് ബ്ലഷ് മാക് കോസ്മെറ്റിക്സിൻ്റെ പിങ്ക് കളർ ബ്ലഷ് ഞാൻ അപ്ലൈ ചെയ്തു. ഹൈലൈറ്ററിന് മാക് കോസ്മെറ്റിക് വിസ്പർ ഓഫ് ഗിൽറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ ഹൈലൈറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൻ ടോണിന് നല്ല മാച്ചാണ്. അടുത്ത സ്റ്റെപ്പ് ഐലാഷസ് ഒട്ടിക്കുന്ന മുമ്പേ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം അത് കട്ട് ചെയ്യണമെന്ന്. ഭയങ്കര ലോങ് ആണെങ്കിൽ നമ്മൾ ഐസിൻ്റെ കൂടെ ഒരു മാച്ച് ആവത്തില്ല. ഐലാഷസ് എങ്ങനെ ഒട്ടിക്കുന്നത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബോട്ടം ഐലാഷസിൽ ഞാൻ കുറച്ച് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് അത് മുകളിലത്തെ ഐ ഷാഡോ പോലെ അടിയിൽ മാച്ച് ചെയ്യാൻ വേണ്ടി സെയിം കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐസിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐലൈനർ ഞാൻ ഉപയോഗിക്കുന്നത് മെയ്ബെലീൻ ജെൽ ലൈനറാണ്. ഇത് ഭയങ്കര ബ്ലാക്കും ആണ്, അത് മാത്രമല്ല വാട്ടർ പ്രൂഫാണ്. അത് ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യും. ലിപ്സ് ലൈൻ ചെയ്യാൻ വേണ്ടി നിക്സ് ലിപ്പ് ലൈനറാണ് ഉപയോഗിച്ചേക്കുന്നത്. ഷെയ്ഡ് നീഡ് മീ. ഇതൊരു ന്യൂട്രൽ പിങ്ക് ആണ്. നമ്മൾ ലിപ്പ് കളർ കൂടെ നല്ല മാച്ച് വരും. അപ്പം നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത പോലും അറിയത്തില്ല. പക്ഷേ ഒരു നല്ലൊരു ഷേപ്പ് നമുക്ക് കിട്ടും ഇത് വെച്ച്. ഇന്നത്തെ ബ്രൈഡ് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കത്തില്ല ആൻഡ് ബോൾഡ് ബ്രൈറ്റ് കളേഴ്സൊന്നും ഇഷ്ടമല്ല. ഭയങ്കര ന്യൂട്രൽ പെയിൽ കളേഴ്സാണ്. അതുകൊണ്ട് ഞാനൊരു പെയിൽ പിങ്കും കുറച്ച് ലിപ് ഗ്ലോസും അപ്ലൈ ചെയ്തു. ആൻഡ് ഇതാണ് കംപ്ലീറ്റഡ് മേക്കപ്പ് ലുക്ക്. വീഡിയോന്ന് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ ഈ ഫോട്ടോ ഒന്ന് മനസ്സിലാക്കാം. 2 കണ്ണിലും നമ്മൾ ഡിഫറെൻറ്റ് ഐ ലുക്കാണ് ചെയ്തേക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.